ഭൂമിയുടെ മാറിടത്തിൽ നിന്നും ചുരന്ന മുലപ്പാലിന്റെ മാധുര്യം നുകർന്ന് താരാട്ടുപാട്ടിന്റെ തൊട്ടിലിൽ മയങ്ങുമ്പോൾ ചോരക്കണ്ണുകളും കൂർത്ത ദ്രംഷ്ടകളുമായി ഭീതിതമായ ഒരു ദുസ്വപ്നത്തിന്റെ ഗർത്തത്തിലേക്ക് നാം എടുത്തെറിയപ്പെടാം. പ്രിയപ്പെട്ട പലരും പലതും എന്നേക്കുമായി നഷ്ടപ്പെടാം. വിലാപത്തിന്റെ മാറ്റൊലിയിൽ മരവിച്ചു നിന്നേക്കാം. വിഭ്രമത്താൽ നാം എത്തപ്പെടുന്നത് കൊലയാളികളായ ഒറ്റയാന്മാരുടെ മുൻപിലാകാം. നനച്ചിരിക്കാതെ എത്തുന്ന ദുരന്തങ്ങളിൽ മുങ്ങിത്താഴുമ്പോൾ വന്നു ചേരുന്ന ആശ്വാസത്തിന്റെ വക്കോൽ തുരുമ്പുകളുമുണ്ട് നമുക്ക് ചുറ്റും. அமுதக்கடல் உனக்குத்தான், ஆறாமழை உனக்குத்தான், நீங்கா நிழல் உனக்குத்தான், நீ கண்மணி எனக்குத்தானே. பொருந்திப்போ நீ தோளோடு மடியில் ஊஞ்சல்லாடு. ആമക്കുറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി ചോടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. അങ്ങനെ കേറി ഇങ്ങനെ പോകുന്നുണ്ട്. പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിന്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ് മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക. ആൻ്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു. മഴ, പെരും മഴ. രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ. പിന്നെ നമുക്ക് മേപ്പാടിന്ന് കൽപ്പറ്റിന്നൊന്നും അറിയില്ല. അതിന്റെ ആൾക്കാർ വന്നു, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളിതാ വരികയാണ് എന്ന്. അങ്ങനെ അവർ ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി. ഒന്നമർത്തി ചവിട്ടിയാൽ ചോരത്തടാകം സൃഷ്ടിക്കാൻ കഴിയുന്ന കൊലകൊമ്പനോട് സഹായം തേടുന്ന മനുഷ്യർക്ക് തന്റെ കാൽച്ചുവട്ടിൽ അഭയം നൽകുന്ന സഹജീവി സ്നേഹ വിവേകം. എല്ലാം തല്ലിക്കൊഴിക്കാതെ ചിലതെങ്കിലും ബാക്കി വെക്കുന്ന പ്രകൃതിയുടെ കനിവ്. പ്രകൃതിയുടെ പുനർനിർമ്മാണ യജ്ഞശാലയിലെ അതിജീവന മന്ത്രം. അതിൽ ഉരുത്തിരിയുന്ന മൃതസഞ്ജീവൻ. എല്ലാ നൊമ്പരങ്ങളും ഒപ്പിയെടുക്കുന്ന ആ അമൃതം നുകർന്ന് ശാന്തി നേടാം. കൂടുതൽ ഉന്മേഷത്തോടെ ഉണരാൻ. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. എതിരെ നിന്നതേതുമേ താനെ അങ്ങ്
നീലവാനച്ചോലയിൽ നീരാടണം. കുന്നിൻ മുകളിൽ നിന്ന് ഉദയാസ്തമയങ്ങളിലെ ദീപാരാധന തൊഴണം. പക്ഷികളുടെ നാമജപം കേൾക്കണം. കാവൽ മാടങ്ങളിലെ ശംഖനാദവും ചേങ്ങിലധ്വനിയും ആസ്വദിക്കണം. കർഷകന്റെ വിയർപ്പൊപ്പിയെടുക്കാൻ വയനാടൻ ചുരത്തിൽ നിന്നെത്തുന്ന കാറ്റിന്റെ സുഗന്ധത്തിൽ മയങ്ങണം. എടുത്തും കൊടുത്തും, സൃഷ്ടിച്ചും സംഹരിച്ചും വീണ്ടും സൃഷ്ടിച്ചും പുനർനിർമ്മിക്കപ്പെടുന്ന പ്രകൃതി പാഠം. ഉറുമ്പും ചിലന്തിയും, ആനയും നരനും മരവും, ശിലയും മലയും, സ്നേഹവും സഹിഷ്ണുതയുടെ പ്രാണവായുവും ഒത്തുചേരുമ്പോൾ സംജാതമാകുന്ന അതിജീവന മന്ത്രധ്വനിയുടെ അനുരണം ഓരോ പ്രാണവായുവിന്റെ ബോധത്തിലും മാറ്റൊലി കൊള്ളട്ടെ. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 അമരക്കാരൻ ഡിസ്ട്രിക്ട് ഗവർണർ PMJF ലയൺ M അബ്ദുൽ വഹാബിനോടൊപ്പം നമ്മളും പങ്കുചേർന്നാൽ 100 കുടുംബങ്ങൾക്ക് കൂടി ഭയപ്പാടില്ലാതെ അന്തിയുറങ്ങാൻ സാധിക്കും. നമ്മളെപ്പോലെ അവരും സുഖമായി ജീവിക്കട്ടെ. സ്വപ്നഭവനത്തോടൊപ്പം നമുക്കെല്ലാവർക്കും കൈകോർക്കാം.